ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിഫ്റ്റി 50 എന്നുള്ള ഇൻഡെക്സ് അതിൽ 50 സ്റ്റോക്കുകളാണുള്ളത്. ഓരോ സ്റ്റോക്കിനും വെയിറ്റേജ് അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഇഫക്റ്റ് ആണ് ഇതിൽ, റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഇൻഡെക്സിലുള്ളത്. പക്ഷെ അതിലെ സ്റ്റോക്കുകൾ 50 എണ്ണവും വ്യത്യസ്ത രീതിയിലാണ് പെർഫോം ചെയ്യുക. ഇത് ഈ സ്റ്റോക്കുകൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരേ രീതിയിലുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്താൽ അതിന് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യമാവുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു ചോദ്യത്തിന്റെ മറുപടി നമുക്ക് പാസ്റ്റ് നോക്കിയിട്ട് പറയാൻ ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമല്ല, അത് ശരിയുമല്ല. കാരണം കഴിഞ്ഞ കാര്യം ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ വരാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സോ നമ്മളൊരു ടെസ്റ്റ് ഇവിടെ നടത്തുകയാണ്. 10 ലക്ഷം രൂപ ഒരു ടെസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിൽ ഈക്വൽ ആയിട്ട് അപ്രോക്സിമേറ്റ്ലി 20,000 വെച്ചിട്ട് നമ്മൾ ഈ 50 സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചാൽ അത് 1 കോടി രൂപ ആകാൻ എത്ര സമയമെടുക്കും? മാത്രമല്ല, ആ സമയത്ത് നിഫ്റ്റി എവിടെ എത്തിയിട്ടുണ്ടാവും? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഓരോ സ്റ്റോക്കിനും ആദ്യം വെക്കുന്ന എമൗണ്ട് അപ്രോക്സിമേറ്റ് 20,000 ആണെങ്കിലും ചില റീ അലോക്കേഷൻസ് നമ്മൾ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ചെയ്യും. എന്തുകൊണ്ട് നിഫ്റ്റി 50 ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ലിക്വിഡ് സ്റ്റോക്സ് ആണ് ഇതിലുള്ളത്? അതിനർത്ഥം ഈ 50 കമ്പനികളും നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നല്ല. അത് ആ ഒരു കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി കൂടിയാണ് ഈ ഒരു എക്സർസൈസ് നമ്മളിവിടെ ചെയ്യുക. നിഫ്റ്റി 50 സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. വ്യത്യസ്ത സെക്ടറുകൾ, വ്യത്യസ്ത കമ്പനികൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ അഡീഷണൽ ആയിട്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ആവശ്യം അതിനകത്ത് വരുന്നില്ല. റിസ്ക് അതുകൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടും എന്നുള്ള ഒരു അസംഷൻ ആണ് ഇതിലുള്ളത്. കാരണം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. പക്ഷെ റീഅലോക്കേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. നിഫ്റ്റിയാണ് ഈക്വൽ വെയിറ്റേജ് സ്ട്രാറ്റജി. നമ്മുടെ പോർട്ട്ഫോളിയോ ഈക്വൽ വെയിറ്റേജ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. നിഫ്റ്റി ആണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വെയിറ്റേജ് ആണ്. ഓരോ സ്റ്റോക്കിനും വ്യത്യസ്തമായ റെപ്രസെന്റേഷൻ ആണ് നിഫ്റ്റി 50 കിട്ടിയിട്ടുള്ളത്. ഓൾറൈറ്റ്, ജനുവരി 6 പ്രൈസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ടെസ്റ്റ് പോർട്ട്ഫോളിയോ ആണ് ഇത്. ജനുവരി 6 പ്രൈസ് അനുസരിച്ച് നിഫ്റ്റി അന്ന് ക്ലോസ് ചെയ്തത് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 23,707 ആണ്. നിഫ്റ്റി വാങ്ങിയിട്ടില്ല. ബാക്കിയുള്ളതല്ല, നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുകൾ, ട്രെൻഡ് വരെയുള്ള സ്റ്റോക്കുകൾ 20,000 രൂപ, 18,000 രൂപ, ഇങ്ങനെ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി അനുസരിച്ച് ഏകദേശം 20,000 രൂപയ്ക്കടുത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓരോ സ്റ്റോക്കിലും നടത്തിയിട്ടുള്ളത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 9,27,000 അല്ലെങ്കിൽ 28,000. 10 ലക്ഷമായിരുന്നു ക്യാപിറ്റൽ. ബാക്കി 72 ക്യാഷ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തും. മാസത്തിലെ ഒരിക്കലോ മറ്റോ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ ഉപയോഗിച്ച് നിഫ്റ്റിയെ തന്നെ നമുക്ക് മറികടക്കാൻ സാധ്യമാവുമോ എന്നുള്ളത് മനസ്സിലാവും. Thank you for watching. Please like, share, comment and subscribe. Happy investing.